ഹേ ഫോക്സ്, എല്ലാ അവതാരപ്പിറവികൾക്കും എൻ്റെ അപരാധം ചാനലിലേക്ക് സശിഷ്മളമായ സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ടെക്കി വീഡിയോസാണ് ചെയ്യാൻ പോകുന്നത്. ടെക്കി വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ ടെക്കി വീഡിയോ എന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാനിന്ന് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് ഒന്നാമതേ നേരത്തെ വർക്കായിക്കൊണ്ടിരുന്നതാണ്. ഇത് ഈ പടിഞ്ഞത് ശരിയാക്കിട്ടേ വരുവാ. ഞാനല്ലേലും മെക്കാനിക്കൽ എഞ്ചിനീയർ. നിനക്ക് സത്യത്തിൽ ശരിയാക്കാൻ അറിയോ? ശരിയാക്കാൻ അറിയോ? मैंने പഠിക്കാം. അല്ല अरे तुम्हारा इंडक्शन कुकर खराब हो है, कोई प्रॉब्लम नहीं है ना? है हाँ, ऑलमोस्ट मैं अभी ओपन कर रहा हूँ. इधर क्या प्रॉब्लम देख रहा है? ഓൾമോസ്റ്റ് ഇതെന്താണിത്? ഓ ഇതിലാണ്. ഇതെന്താണിത്? ഇതെന്താ? ഇതല്ലേ കോയില്? ഇത് ഫുൾ ഫാറ്റയാണ്. ഹിറ്റെടുക്കാം. ഇതുകൊണ്ടാണ് സാധനം വർക്കാക്കുന്നത്. തോർന്ന ഉടനെ അടിച്ചോളാം. ചുമ്മാ നമ്മുടെ കഞ്ഞൂടി കുട്ടിയത് എടുത്തോന്ന് രക്ഷപ്പെട്ടു. അതൊന്നും രക്ഷപ്പെട്ടില്ല. എടാ ഒട്ടിക്കണ്ട ഇവിടെ, ചുമ്മാ വെറുതെ വെച്ചാൽ മതി. ഇത് ഗ്ലാസ് ആണോ തോന്നുന്നില്ലേ? ചൂട് ട്രാൻസ്ഫർ ആവണ്ട. നമുക്ക് ChatGPT തുറന്നിട്ട് ChatGPT നോക്കിയാലോ. ഇവിടെ ഇതൊക്കെ സിമ്പിളാണ്. ഇവിടെ ഒരു ഇതുണ്ടാവും, ഇതിങ്ങനെ ഊരി എടുക്കാം പറ്റും തോന്നണം. അങ്ങനെ കുത്തനെ നോക്കിക്കണം കേട്ടോ. എടാ എത്ര സ്ക്രൂ പോയി? അതൊക്കെ തിരിക്കണേ. സ്ക്രൂപ്പൊക്കെ ഇവിടെ ഉണ്ട്. കണ്ട ചെറിയൊരു സാധനം. ശരിക്കും നീ ഞാൻ ആരാ വർക്കായാലോ നമ്മളെന്ത് ചെയ്യാം? ഊതി തുടച്ചിട്ട് എല്ലായിടത്തും തിരിച്ചിടാം. അപ്പൊ ചിലപ്പോ വർക്കായാലോ, ചിലപ്പോ ആയാലോ. നിന്റെ വേസ്റ്റ് ആവശ്യമില്ലാത്ത ബ്രഷ് ഉണ്ടാ? അത് സംഭവ വയറ് കിട്ടുവല്ലേ? അതല്ലേ? അതൊന്ന് കരിഞ്ഞു പോയതാ? അല്ലടാ, അതിന്ന് മറ്റേ ഇതിപ്പോ സോൾഡറിങ് പോയത്. ഇതേമാതിരി ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനത്തെ ഇത് ഇവിടെ എവിടെയോ ഉണ്ട് തോന്നുന്നു. അത് കാണാനില്ല. ഇതറത് നമ്മള് എഞ്ചിനീയർ അല്ലേ? അങ്ങനെ നമ്മൾ ടെക്കീസ് ആയിട്ടുണ്ട്. ഇനി തൊട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ടെക്കീസ് വീഡിയോസ് ഒക്കെ വരും. ഹൗ ടു കിൽ കോക്രോച്ചസ് ആൻഡ് ക്ലീൻ ഇൻഡക്ഷൻ കുക്കർ. ടെക്കി വിഘ്നേഷ് ടെക്കി മിതമായ നിരക്കിൽ ഇൻഡക്ഷൻ കുക്കറുകൾ നേരെയാക്കി കൊടുക്കപ്പെട്ടു. വിഘ്നേഷ് ടെക്കി വിഘ്നേഷ്. എടാ ചുമന്ന വേറെ ഊരി കിടന്നത്, ചുമന്ന വേറെ നമ്മള് കുത്താനുള്ളതാ. കരിഞ്ഞുണ്ട് കേട്ടോ. അതിന് കയറും തോന്നില്ല. ഓ അത് ഇരിക്കത്തില്ല, ചുമ്മാ അല്ലാതെ ഓണാവാത്ത കേറുടെ. പക്ഷെ ലൂസാ, കുറച്ച് കടിച്ചിട്ട് ഇതാക്കണം. കടിച്ചാലോ? നീ കടിക്ക്, ഞാൻ അടുത്ത് പറയുന്നു. പക്ഷെ ഹിറ്റ് അടിച്ചേക്കുന്നുണ്ട്. ചിലപ്പം അതിന്റെ ടേസ്റ്റ് ആണ്, ഹിറ്റിന്റെ ടേസ്റ്റ് ആണ്. കുഴപ്പമില്ലല്ലോ. എടാ അതൊക്കെ വലിയ ഇതാ. ബോർഡ് അയച്ചു കഴിഞ്ഞാൽ അതില് ബോർഡിൽ ഒരു ചെറിയ സാധനം പോയാലും പിന്നെ വർക്കാവൂല. നമ്മൾ സ്ക്രൂ മാത്രം അയച്ചിട്ട് നോക്കാം. പോയതല്ല ശരി. കടയിൽ കൊടുത്ത് നേരാക്കാൻ പറ്റുമോ? നമ്മുടെ അവിടുത്തെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ട്. അവിടെ നേരാക്കാൻ പറ്റുമോ? അവിടെ മറ്റേ ഇതൊക്കെ കൊടുക്കുന്നുണ്ട്, ഗ്യാസ് സ്റ്റൗവും ഗ്യാസ്. അവിടെ നേരാക്കാൻ പറ്റുമോ? കൊടുത്തു നോക്കിയാലേ അറിയത്തുള്ളൂ. ശരി. പിന്നെ പണ്ടേ ഇലക്ട്രീഷ്യനാകാനാണ് വീട്ടുകാർ.
നമ്മൾ വലിയ നമ്മൾ ടെക്കി ആയാലോ, നമ്മൾ യൂട്യൂബിൽ ടെക്ക് വീഡിയോ തുടങ്ങാല്ലേ? ഇൻഡക്ഷൻ കുക്കർ ഊരിയിട്ട് ഹിറ്റ് അടിച്ച് തുടച്ചിട്ട് തിരിച്ചെടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടെക്കിയാവും. സോൾഡറിങ് കണ്ണെടുക്കുക അവിടെ. സോൾഡറിങ് കണ്ടിട്ട് അടി പ്ലാറ്റിൽ നിന്ന് സ്ക്രൂ ഡ്രൈവർ അടിച്ചോണ്ട് വന്നിട്ട് എന്തുവാ ഇത്? ഫുള്ള് ചുമന്ന ലൈറ്റ് മാത്രമേ ഉള്ളല്ലോ. അതാണ് ഞാൻ നോക്കണം. ഓ, ഇങ്ങനെയല്ലേ ശരിയാക്കുന്നത്? എടാ ഇതില് നല്ല ക്ലാവൊക്കെ പിടിച്ചില്ലേ? ഇതില് ക്ലാവ് അങ്ങനെ മറ്റോ വല്ല കംപ്ലൈന്റ് ഒക്കെ വരും. ഓ, ഇവിടെയാണ് പ്രശ്നം. ശരി, അയ്യാ ഇത്രേ ഉള്ളൂ. ഇതൊക്കെ അത്രേ ഉള്ളൂ. ഇത് ചെറിയ പ്രശ്നമായിരുന്നു. ഇവിടുത്തെ ഇതില്ലേ, ആ സാധനം ലൂസായിരുന്നു, അതാണ് പ്രശ്നം. ഇട്ട് നോക്ക്. അപ്പൊ ഓണാവോ? അതൊന്നും എനിക്കറിയില്ല. യദുവിന്റെ ബോഡി സ്പ്രേ എടുക്കുക, അതാകുമ്പോ എയർ മാത്രമേ ഉള്ളൂ. കാശടിച്ചിട്ട് ഇത് വെളിയിൽ കൊണ്ടുപോയി തട്ടുന്നതായിരിക്കും നല്ലത്. ഞാൻ ആലോചിക്കുന്നുണ്ട്. ഓൾറെഡി ഇവിടെ ഇതായി. നമ്മള് പ്രൊഫഷണൽ ആടാ. ഈ 3 സ്ക്രൂ ആണ് അതിന്. ഇവിടെ കോയിൽ കണ്ട താന്നെടുക്കുക. അതൊന്നും കോയിൽ താന്നില്ലെന്നും ആയിരിക്കത്തില്ല. ഇത് എന്തായാലും നമ്മള് ചോറായി നേരം ചൂടാകുമ്പോഴേ ഓഫ് ആവുന്നത്. ഓവർ ഹീറ്റ് സാധനം വന്നിട്ട് നേരെ ഓവർട്ടാവോ? ഓണാണോ? ചുട്ടുമണി ഇന്ന് വന്നേ നീ. ഇന്നലെ എന്റെ ചിക്കൻ കട്ട് ചെയ്യുന്നത് നീ അല്ലേടാ? വന്നേ. നിനക്ക് ഞാൻ അല്ലാതെയും ചിക്കൻ അങ്ങനെ മയില് പൂച്ച വല്ലവരുടെ റൂമിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും കട്ട് ചെയ്തിട്ടെ 2 അടിയുടെ പുറകോട്ട്. ഷെട്ടുമണി എന്താടാ? എന്തൊരു ചാടയാടാ നിനക്ക്? തിന്നാൻ നേരത്തെ ഇങ്ങ് വരുമല്ലോ കൊച്ചുമേര്. പിന്നെ കണ്ടോളാം. അപ്പൊ ഇന്ന് നമ്മളിത് റെഡിയാക്കി ഇനി തന്നെ ഇന്നൊരു ചായ ഇട്ട് കുടിച്ചിട്ട് ബാക്കി പരിപാടി ഉള്ളു കേട്ടോ. അതെ അതെ അതെ. നമ്മൾ ഇങ്ങനെ ബാച്ചിലർ ലൈഫിൽ ഒരു ഇൻഡക്ഷൻ കുക്കറൊക്കെ പന്നലായി കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ശരിയാക്കാന്ന് നമ്മൾ ഇതിൽ തെളിയിച്ചു. ഇപ്പം തന്നെ എല്ലാം സോൾഡർ ചെയ്താൽ ലൗഡു. നീ ഇട്ട് നോക്ക, ഞാൻ ഇവിടെ നിക്കാം. അവ അറിയത്തില്ല, അവ ഉറങ്ങുമല്ലേ. നീ ഇടറാ. അതെന്താ അതെന്താ അതെന്തുവാ അതെന്തുവാ? ഇത് അതിന്റെ അതല്ലേ. അറിയില്ലല്ലോ, മറ്റേ ഡിസ്പ്ലേ കൊടുക്കണ്ടതിന്. ഓ അത് ശരിയാ. ലൈറ്റ് എത്തണ്ടേ? ലൈറ്റ് എത്തണം. ഇത് നമുക്ക് കണ്ടില്ല. അത് കുറച്ച് പണി. ഇതിന്റെ സ്ക്രൂ അവിടെ വരുന്നു. എവിടെയായിരുന്നു? കൊറേ പാറ്റി ഉണ്ടായിരുന്നു കേട്ടാ. മൈരമാര് ഇവിടെ കുടുംബമായിട്ട് ജീവിക്കുമായിരുന്നു തോന്നുന്നു കേട്ടോ. ഇതേമാതിരി ഇതേ അന്ന് നീ സൂപ്പർ ആണല്ലോടാ. അങ്ങനല്ല, എവിടെ ഗ്യാപ്പ് ഇട്ട്. ഗ്ലാസ് മാറ്റി, അല്ലെങ്കിൽ ഞാൻ ഇട്ടിട്ട് ഇത് ഓടിക്കോ. എന്താ
ഓണായില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. കറണ്ട് ഇല്ല തോന്നുന്നു. അപ്പൊ ഫാൻ കറങ്ങുന്നു. അപ്പൊ ഫാൻ കറങ്ങുന്നത് സത്യം പറ മയില് നശിപ്പിച്ച്. ഞാൻ അപ്പോഴേ പറഞ്ഞത് കടയിൽ കൊടുത്താൽ മതി, നമ്മൾ നേരെയാക്കി തന്നേനെ. എനിക്ക് തോന്നുന്നു ആ വയർ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ഇതാക്കണം തോന്നുന്നു. അത്ര വല്ല ബന്ധങ്ങളിലേക്ക് നമുക്ക് പോണം. ഇനിയപ്പോ നമ്മൾ ഊരി ഒന്നേന്ന് തുടങ്ങണമെന്നാ? ഒന്നേന്ന് തുടങ്ങൊന്നും വേണ്ട. ഞാൻ തിരക്കില്ല. ഒന്നും ഉണ്ടാക്കിയിട്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ കൂടെ കറണ്ട് വരാണ്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് വരില്ല എന്തായാലും അല്ലേ? അത് നീ പറയുന്ന എല്ലാം നീ പറയുന്ന പോലെ. ഇതിനൊരു പ്രശ്നമില്ല. ഉറപ്പിക്കാവോ? ഇതിന് പ്രശ്നമില്ല. നമ്മുടെ എന്താണ് എന്താ ബാക്കിയുള്ളതോ? എന്തൊക്കെയുണ്ട് എവിടേക്ക് കയറി. ഇതിനൊരു ലോഡ് ഉണ്ടോ? നമ്മള് നേരത്തെ തുറന്നില്ലായിരുന്നോ? ഇത് അഴിച്ചില്ലല്ലോ. ഇത് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയില്ലല്ലോ. പഠിക്കണ്ട പുറത്ത് കൊണ്ടുപോയിട്ട് അടിക്കണ്ടേ. ഇതിന്റെ എവിടെയായിരുന്നു ഊരി എത്തല്ലേ? ഇവിടെ അടിക്കണോ? മതി. ഈ മൈരന്മാരെല്ലാം കൂടെ ചിലപ്പോ കയറുന്നത് തൂറിയോണ്ടായിരിക്കൂടാ. എവിടെ പോയാലും നീ സത്തു പോകും. ഞാനൊരു ക്രൂരൻ തന്നെ. നടക്കുവോ? ഇതില് മറ്റേ മെയിൻ ബോർഡ് അടിച്ചു പോയിരിക്കും. ഉറപ്പാണോ? എന്നിട്ട് ടെസ്റ്റർ കത്തണത് അത് അറിയാത്തതുകൊണ്ട്. എടാ മതിയടാ, ഞാൻ പറയുന്നത് കടയിൽ കൊടുക്കാം. ചിലപ്പോ നമ്മൾ കടയിൽ കൊടുക്കേണ്ട ആവശ്യം നമ്മള് പഠിച്ചതില് അതിന്റെ മെയിൻ ഇതില്ലേ, ചിപ്പില്ലേ, മറ്റേ ഇതില്ലേ, ജോളോ ചിപ്പ്. ജോളോ ചിപ്പല്ല, പിന്നെ എന്തോ സെബ്രോൺ ആ രണ്ടെണ്ണം കിട്ടിയ കറക്റ്റ് ശരിയാണ്. അതിപ്പോ എവിടെയും കിട്ടാനില്ല. നമ്മുടെ ഇത് പട്ടിക്കടയായിരുന്നേ. നമ്മള് ഗുജറാത്തിലല്ലയോ? അതാണ് വേണ്ടത്. ഇനി തൽക്കാലം നമ്മള് കടയിൽ നോക്കാം, അവിടെ കിട്ടുമെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ട് ഒറ്റ മൈൻഡ്. ശുദ്ധമണി പോവാണോ? ബാ ശുദ്ധമണിയേ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. അത് നമ്മളെ കൊണ്ട് ശരിയാക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളത് കടയിൽ തന്നെ കൊടുക്കാൻ ഫൈനലി തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ ആ കൊച്ചുമേനോട് എപ്പോഴേ പറഞ്ഞു നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടത്തില്ല, കേൾക്കണ്ടേ, ഞാൻ വലിയ എഞ്ചിനീയറാ കൊണാണ്ട്രാന്നൊക്കെ പറഞ്ഞു നിന്ന് നശിപ്പിച്ച്. നിന്റെ പണി കാരണം കരണ്ട് പോയി. ഇപ്പൊ ദേ ബാറ്ററിയിലാണ് ഓടുന്നത് നേരെ. ഇനി അവര് വന്നു കഴിഞ്ഞാൽ നമ്മളെന്തോ പറയും? ഫുള്ള് കരണ്ട് പോയി. ഇതിപ്പോ ഇൻവേർട്ടറിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് ഇതൊക്കെ കണ്ടതാണ്ട് എന്റെ ചുട്ടുമണി പേടിച്ച് ഇവിടെ വന്ന് പമ്പി ഇരിക്കുക. ചുട്ടുമണിയേ. നീ നിന്റെ തോൽവി സമ്മതിച്ചോ? നമ്മളിന്ന് ഗാന്ധിധാം പോയിട്ട് അതിന്റെ
സുണ ആപ്ലിക്കേഷൻ മേടിക്കണം അല്ലേ? സുണ ആപ്ലിക്കേഷൻ മേടിച്ച് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുമായിരിക്കും. ശരിയാവും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അല്ല, ഇവൻ വിശ്വസിക്കുന്നു. വന്നു കറണ്ട് വന്നു ഗായ്സ്. വന്നു വന്നു. ഇനി ഒന്ന് ഇട്ട് നോക്കിയേ. എന്താ ഇത്ര ശബ്ദം കേൾക്കുന്നോ? ഈ പാറ്റയാണല്ലോ ഇവിടെ എല്ലാം. ലൈറ്റ് പോലും കത്താണ്ട് ചൂടാണ്. അത് ശരിയാണല്ലോ. അതില് മാത്രം വെച്ചാലേ അറിയത്തുള്ളൂ. ഉണക്ക് സുടവേ தெரியாது. അതിന്റെ ഉള്ളിൽ തന്നെ ട്രൈ ആയിട്ട് നമുക്ക് വൈകുന്നേരം നോക്കാം. ഇതൊന്നും അറിയാതെ വേണ്ട ഉറങ്ങുക. ഇവിടെ ഇപ്പൊ തീ പിടിച്ചായിരുന്നെങ്കിൽ ഇവ ഇവിടെ കിടന്ന് കത്തിയാലും ഞാൻ ഓടും. ഞാൻ എന്തായാലും ഓടും. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. ബൈ. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. എൻ്റെ ടെക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ.